രാസലഹരി കേരളത്തെ വലിഞ്ഞു മുറുക്കുമ്പോൾ കുറ്റകൃത്യങ്ങളുടെ വർധനവിലെ ഭയപ്പാടിലാണ് കേരളം. കൊലപാതക മോഷണ പെൺവാണിഭ കഥകൾ കേരളത്തിൽ നടമാടുമ്പോൾ നമ്മുടെ പോലീസ് ഇവിടെ എന്താണ് ചെയ്യുന്നത്? കാക്കിയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. തൃശൂർ കുന്നംകുളത്ത് വീട്ടമ്മയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി പിടിയിൽ. മുതുവറ സ്വദേശി കണ്ണനാണ് പിടിയിലായത്. ആർത്താറ്റ് സ്വദേശി സിന്ധു മണികണ്ഠനെയാണ് കൊലപ്പെടുത്തിയത്. മോഷണ ശ്രമത്തിൻ്റെയാണ് കൊലപാതകം. വിശദാംശങ്ങളുമായി ആനന്ദ് പുത്തൂർ ചേരുന്നു തൃശൂരിൽ നിന്ന്. ആനന്ദ്, എപ്പോഴായിരുന്നു കൊലപാതകം? എപ്പോഴാണ് പോലീസ് പിടികൂടിയത്? ഏത് പോലീസാണ് ഇപ്പോൾ പ്രതിയെ വലയിലാക്കിയിരിക്കുന്നത്? വിനീഷ്, ഇന്ന് രാത്രി 7 മണി കൂടിയായിരുന്നു സംഭവം ഉണ്ടാവുന്നത്. കുന്നംകുളം ആർത്താറ്റ് പള്ളിക്കടുത്ത് താമസിക്കുന്ന കിഴക്കുമുറി നാടൻചേരി വീട്ടിൽ മണികണ്ഠന്റെ ഭാര്യ സിന്ധുവിനെയാണ് വീട്ടിൽ 7 മണി കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഈ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്ന സിന്ധുവിനെ വീട്ടിലേക്ക് കയറി വന്ന യുവാവ് കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. ഈ സിന്ധുവിന്റെ ഭർത്താവ് മണികണ്ഠൻ വീട്ടു സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോയ സമയത്താണ് ഈ സംഭവം നടന്നത്. അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. ഭർത്താവ് തിരികെ എത്തിയപ്പോഴാണ് കൊലപാതക വിവരം അറിയുന്നത്. ഈ അതീവ ക്രൂരമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് കൊലപാതകം നടന്നിട്ടുള്ളത്. ഈ കൊല നടത്തിയ ശേഷം രക്ഷപ്പെട്ട യുവാവിനെ പിന്നീട് നാട്ടുകാരാണ് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിട്ടുള്ളത്. മുതുവറ സ്വദേശി കണ്ണനാണ് ഇത്തരത്തിൽ ഇപ്പോൾ നാട്ടുകാർ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചിട്ടുള്ളത്. കുന്നംകുളം പോലീസാണ് സംഭവത്തിൽ അന്വേഷണം നടത്തുന്നത്. ചീരംകുളത്ത് നിന്നാണ് പ്രതിയെ പിടികൂടിയിട്ടുള്ളത്. ഈ വീടിന്റെ സമീപ പ്രദേശത്ത് നിന്നാണോ ഇപ്പോൾ നാട്ടുകാർ പ്രതിയെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിരിക്കുന്നത്? പോലീസ് നൽകുന്ന മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഒരു വലിയ കുറ്റകൃത്യം, വലിയൊരു നാടിനെ തന്നെ നടുക്കിയ ഒരു കൊലപാതകം നടത്തുന്നു. ഈ കൊലപാതകം നടത്തിയതിന് പിന്നിൽ മോഷണ ശ്രമം മാത്രമാണോ എന്നത് മാത്രം നമുക്ക് സംശയിക്കാൻ സാധിക്കുമോ? എന്തായാലും ഈ പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിന്റെ ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ കൊലപാതകം നടത്തിയത് ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മോഷണ ശ്രമത്തിന്റെ ഭാഗമായിട്ടെന്നുള്ള ഒരു വിവരമാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും കൂടുതൽ അന്വേഷണങ്ങൾ പോലീസ് നടത്തുന്നുണ്ട്. ഈ പ്രതിയെ പിടികൂടുന്നത് വീടിന്റെ അടുത്ത് നിന്ന് ഏതാണ്ട് കിലോമീറ്റർക്ക് അടുത്ത് നിന്നാണ്. ഈ നാട്ടുകാർ ഈ സംശയം തോന്നി, പ്രത്യേകിച്ച് മാസ്ക് ധരിച്ചിരുന്നു, ഇയാളുടെ ദേഹത്ത് ചോര ഉണ്ടായിരുന്നു. അതുകൊണ്ട് സംശയം തോന്നിയ നാട്ടുകാരാണ് ഇയാളെ ആദ്യം പിടികൂടുകയും പിന്നീട് പോലീസിനെ വിളിച്ചു വരുത്തി ഈ പ്രതിയെ കൈമാറുകയും ചെയ്തത്. ഇയാളാണ് പ്രതിയെന്ന് സംശയിക്കാനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം, ഇയാളുടെ കയ്യിൽ ഈ ശരീരത്തിൽ ഈ സ്ത്രീ മരിച്ച സിന്ധുവിന്റെ ശരീരത്തിലുണ്ടായിരുന്ന ഈ സ്വർണ്ണാഭരണങ്ങളും ഈ പ്രതിയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഇയാളെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമേ എന്തായിരുന്നു കൊലപാതകത്തിന്റെ ഉദ്ദേശം, മോഷണ ശ്രമം തന്നെയായിരുന്നു, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൂടുതൽ തെളിച്ചത്തോടെ പുറത്തു വരും. വിനീഷ്, ഞെട്ടിക്കുന്ന വാർത്തയാണ് ആനന്ദ് പുത്തൂർ തൃശ്ശൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. മോഷണ ശ്രമത്തിനിടെ വീട്ടമ്മയെ കൊലപ്പെടുത്തിയെന്ന ഞെട്ടിക്കുന്ന വാർത്ത. അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആനന്ദ് പുത്തൂർ. മറ്റൊരു വാർത്തയിലേക്ക്. തലസ്ഥാനത്ത് വൻ കഞ്ചാവ് വേട്ട. കാട്ടാക്കടയിൽ ദമ്പതിമാർ കിടപ്പുമുറിയിൽ സൂക്ഷിച്ചിരുന്ന 18 കിലോയിലധികം കഞ്ചാവ് പിടികൂടി. പുതുവത്സരാഘോഷങ്ങൾ മുന്നിൽ കണ്ടെത്തിച്ച കഞ്ചാവാണ് പിടികൂടിയത്. തിരുവനന്തപുരം മലയൻകീഴ് വാടക വീട്ടിൽ ദമ്പതികൾ കഞ്ചാവ് സൂക്ഷിച്ചിരുന്നതായി രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കാട്ടാക്കട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം മിന്നൽ പരിശോധന നടത്തിയത്. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്ക് മുന്നോടിയായി വിൽപ്പനയ്ക്ക് എത്തിച്ചിരുന്ന 18 കിലോ കഞ്ചാവാണ് ഇന്ന് പിടികൂടിയത്. മലയൻകീഴ് കുഴുതലങ്കോട് വാടകയ്ക്ക് താമസിച്ചിരുന്ന വിജയകാന്ത് സുമ ദമ്പതികളുടെ കിടപ്പുമുറിയിൽ നിന്നാണ് പോലീസ് കഞ്ചാവ് കണ്ടെത്തിയത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പുതുവത്സരാഘോഷങ്ങൾ മുന്നിൽ കണ്ട് തലസ്ഥാനത്ത് മയക്കുമരുന്ന് വ്യാപകമാകുന്നു എന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ്, എക്സൈസ്, ഷാഡോ പോലീസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന തുടരുകയാണ്. ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് കഞ്ചാവ് എത്തിക്കുന്നതായാണ് പോലീസ് സ്ഥിരീകരണം. ജനം, തിരുവനന്തപുരം. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനം ഇനിയും വൈകും.
റിയാദ് ക്രിമിനൽ കോടതി കേസ് ഇന്ന് പരിഗണിച്ചെങ്കിലും കൂടുതൽ പഠനം ആവശ്യമെന്ന് പറഞ്ഞ് വീണ്ടും മാറ്റിവെച്ചു. ഇത് 5ാം തവണയാണ് കേസ് മാറ്റിവെക്കുന്നത്. കഴിഞ്ഞ 18 വർഷമായി ജയിലിൽ കഴിയുകയാണ് അബ്ദുൾ റഹീം. 2006-ലാണ് 26-ാമത്തെ വയസ്സിൽ കൊലക്കുറ്റം ചുമത്തപ്പെട്ട് ജയിലിലാകുന്നത്. ഡ്രൈവർ വിസയിൽ സൗദിയിലെത്തിയ റഹീമിന് സ്പോൺസറുടെ ചലനശേഷി നഷ്ടപ്പെട്ട മകൻ ഫായിസിനെ പരിചരിക്കലായിരുന്നു പ്രധാന ജോലി. 2006 ഡിസംബർ 24-ന് ഫായിസിനെ കാറിൽ കൊണ്ടുപോകുന്നതിനിടെ കൈയബദ്ധത്തിൽ കഴുത്തിൽ ഘടിപ്പിച്ച ഉപകരണത്തിൽ തട്ടുകയും ഇതേ തുടർന്ന് ബോധരഹിതനായ ഫായിസ് വൈകാതെ മരിക്കുകയുമായിരുന്നു. പിന്നാലെ സൗദി പോലീസ് റഹീമിനെ കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. വിചാരണയ്ക്കൊടുവിൽ റിയാദ് കോടതി വധശിക്ഷ വിധിക്കുകയും ചെയ്തു. ഇതിനുശേഷം റഹീമിന്റെ മോചനത്തിനായി ഉന്നത തലത്തിൽ പലതവണ ഇടപെടലുണ്ടായെങ്കിലും മരിച്ച കുട്ടിയുടെ കുടുംബം മാപ്പു നൽകാൻ തയ്യാറായിരുന്നില്ല. നിരന്തര പരിശ്രമങ്ങൾക്കൊടുവിലാണ് 34 കോടി രൂപയുടെ ദയാധനം എന്ന ഉപാധിയിൽ മാപ്പു നൽകാൻ ഫായിസിന്റെ കുടുംബം സമ്മതിച്ചത്. അബ്ദുൾ റഹീമിന്റെ മോചന ഉത്തരവ് കഴിഞ്ഞ ദിവസം ഉണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ സിറ്റിംഗ് നടന്നുവെങ്കിലും മോചന ഉത്തരവ് ഉണ്ടായില്ല. വധശിക്ഷ റദ്ദാക്കിയ ബെഞ്ച് തന്നെ മോചന ഉത്തരവ് പുറത്തിറക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. എന്നാൽ നടപടികൾ വൈകുന്ന സാഹചര്യത്തിലാണ് റഹീമിന്റെ ഉമ്മ ഫാത്തിമ, സഹോദരൻ നസീർ, അമ്മാവൻ എന്നിവർ സൗദിയിലെത്തിയത്. ഉംറ തീർത്ഥാടനത്തിന് ശേഷമാകും ജയിലിലെത്തി റഹീമിനെ കാണുക. ഇതിനായി ജയിലിൽ നടപടികൾ പുരോഗമിക്കുകയാണ്. ജനം, കോഴിക്കോട്. EP ജയരാജന്റെ ആത്മകഥ ചോർന്ന സംഭവത്തിൽ വഞ്ചനാക്കുറ്റത്തിന് കേസെടുക്കും. DC ബുക്സ് പ്രസിദ്ധീകരിച്ച വിവാഹം മേധാവിയെ പ്രതി ചേർത്ത് അന്വേഷണം. കേസെടുക്കാൻ കോട്ടയം SP-ക്ക് ADGP മനോജ് എബ്രഹാം നിർദ്ദേശം നൽകി. പകർപ്പവകാശവുമായി ബന്ധപ്പെട്ട് വരുന്ന സാങ്കേതിക പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ EP ജയരാജന്റെ ആത്മകഥ ചോർന്ന സംഭവത്തിൽ പോലീസ് കേസെടുക്കുന്നതിൽ അനിശ്ചിതത്വം നിലനിന്നിരുന്നു. നിലവിൽ EP ജയരാജന്റെ ആത്മകഥ DC ബുക്സ് പ്രസിദ്ധീകരണ വിഭാഗം മേധാവി ശ്രീകുമാറിന്റെ ഇമെയിൽ വഴിയാണ് ചോർന്നതെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വഞ്ചനാ കുറ്റത്തിന് കേസെടുക്കാൻ നിർദ്ദേശം നൽകിയത്. കോട്ടയം SP ഷാഹുൽ ഹമീദ് കേസ് അന്വേഷണം നടത്തും. EP-യുടെ ആത്മകഥ ചോർന്നതുമായി ബന്ധപ്പെട്ട് ആദ്യം പ്രാഥമിക അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകിയെങ്കിലും റിപ്പോർട്ടിന് വ്യക്തതയില്ലാത്തതിനെ തുടർന്ന് ADGP തിരിച്ചയക്കുകയായിരുന്നു. രണ്ടാമത് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വഞ്ചനാ കുറ്റത്തിന്റെ പേരിൽ കേസെടുക്കാനുള്ള തീരുമാനത്തിലെത്തിയത്. DC ബുക്സും EP ജയരാജനുമായി കരാറിൽ ഏർപ്പെട്ടിട്ടില്ല എന്നാണ് EP-യുടെ വാദം. എന്നാൽ EP ആത്മകഥയുടെ ഡ്രാഫ്റ്റ് പ്രസിദ്ധീകരണ മേധാവിക്ക് നൽകിയിട്ടുണ്ടോ എന്ന കാര്യത്തിലും അന്വേഷണം നടത്തണം. നിലവിൽ വഞ്ചനാ കുറ്റത്തിന് ശ്രീകുമാറിനെതിരെ കേസെടുക്കാനാണ് നിർദ്ദേശം. EP ജയരാജന്റെ പരാതിയിലാണ് കോട്ടയം SP കേസെടുത്ത് ആദ്യം അന്വേഷണം നടത്തിയത്. എന്നാൽ EP ഡ്രാഫ്റ്റ് കൈമാറാതെ ആത്മകഥ ചോരില്ല എന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. ജനം, തിരുവനന്തപുരം. ക്രിസ്മസ് പരീക്ഷ ചോദ്യപേപ്പർ ചോർത്തിയ സംഭവത്തിൽ വീണ്ടും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാതെ EMS സൊല്യൂഷനിലെ അധ്യാപകനായ ജിഷ്ണുവിനോടാണ് ഇന്ന് ഹാജരാകണമെന്ന് ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടിരുന്നത്. മറ്റൊരു അധ്യാപകനായ ഫഹദിനോട് നാളെ ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും അയാളും എത്തില്ലെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ വിലയിരുത്തൽ. രണ്ടാം തവണയാണ് ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ ആവശ്യപ്പെട്ട് ജിഷ്ണുവിനും ഫഹദിനും അന്വേഷണ സംഘം നോട്ടീസ് അയക്കുന്നത്. കഴിഞ്ഞ 25-ന് MS സൊല്യൂഷൻസ് ഉടമ ഷുഹൈബിനോടും അധ്യാപകരോടും ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരാവണമെന്ന് പറഞ്ഞിരുന്നെങ്കിലും 3 പേരും ഹാജരായിരുന്നില്ല. ഇതോടെയാണ് വീണ്ടും നോട്ടീസ് അയച്ചത്. എന്നാൽ ഇരുവരുടെയും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് കോഴിക്കോട് ക്രൈംബ്രാഞ്ച് DYSP E സുനിൽകുമാർ പറഞ്ഞു. അതിനാൽ ഇവർ ഹാജരാകുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. ഷുഹൈബ് ഉൾപ്പെടെ 3 പേരും അന്വേഷണവുമായി സഹകരിക്കാത്ത സാഹചര്യത്തിൽ അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണ്. അതിനാൽ ക്രൈംബ്രാഞ്ചിനെതിരെ വിമർശനവും ഉയരുന്നുണ്ട്. ഷുഹൈബിനെ പിടികൂടാനായി ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നെങ്കിലും ഫലമുണ്ടായിട്ടില്ല. അതേസമയം ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോഴിക്കോട് ജില്ലാ കോടതി നാളെ പരിഗണിക്കും. പ്രാഥമിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് MS സൊല്യൂഷനെതിരെ FIR ഇട്ടതും ഷുഹൈബിനെ പ്രതി ചേർത്തതും. വിശ്വാസവഞ്ചന ഉൾപ്പെടെ 7 വകുപ്പുകൾ ചുമത്തിയാണ് ക്രൈംബ്രാഞ്ച് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ജനം, കോഴിക്കോട്. എറണാകുളത്ത് സൈനിക ഉദ്യോഗസ്ഥനെ ആക്രമിച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. പള്ളുരുത്തി സ്വദേശി നിഷാദ്, ഫോർട്ട് കൊച്ചി സ്വദേശി നവാസ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇക്കഴിഞ്ഞ 23-ന്
തൃക്കാക്കര KMM കോളേജിൽ NCC ക്യാമ്പിൽ കടന്നു കയറിയാണ് പ്രതികൾ സൈനികനെ മർദ്ദിച്ചത്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സഹിതം ജനൻ TV നേരത്തെ വാർത്ത പുറത്തുവിട്ടിരുന്നു. തൃക്കാക്കര KMM കോളേജിൽ നടന്ന NCC ക്യാമ്പിൽ കടന്നുകയറി ക്യാമ്പ് കമാൻഡന്റിനെ മർദ്ദിച്ച സംഭവത്തിലാണ് പ്രതികളെ പിടികൂടിയത്. പള്ളൂരുത്തി സ്വദേശി നിഷാദ്, ഫോർട്ട് കൊച്ചി സ്വദേശി നവാസ് എന്നിവരാണ് അറസ്റ്റിലായത്. ഒന്നാം പ്രതി നിഷാദ് സൈനിക ഉദ്യോഗസ്ഥനെ മൂർച്ചയുള്ള വസ്തു ഉപയോഗിച്ച് മുഖത്തും കഴുത്തിലും മുറിവേൽപ്പിച്ചിരുന്നു. പ്രതികൾ സൈനിക ഉദ്യോഗസ്ഥന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതായും FIR-ൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ മാസം 23-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. NCC ക്യാമ്പിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടായെന്ന പരാതിക്ക് പിന്നാലെ ഇവിടെ എത്തിയ പ്രതികൾ ക്യാമ്പ് കമാൻഡന്റായ ലഫ്റ്റനന്റ് കേണൽ കർണയിൽ സിംഗിനെയാണ് മർദ്ദിച്ചത്. സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത തൃക്കാക്കര പോലീസ് പ്രതികളെ പിടികൂടാൻ വൈകിയിരുന്നു. ഇതിനിടെ സൈനികനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. പ്രതികൾക്കെതിരെ നടപടി വൈകുന്നത് ജനൻ TV വാർത്ത നൽകിയിരുന്നു. തുടർന്ന് ഇന്ന് രാവിലെയാണ് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കിരൺകുമാർ, ജനം, കൊച്ചി. TP വധക്കേസ് പ്രതി കൊടിസുനിക്ക് പരോൾ. കൊടിസുനിയുടെ അമ്മ നൽകിയ അപേക്ഷ പരിഗണിച്ചാണ് 30 ദിവസത്തെ പരോൾ അനുവദിച്ചത്. പരോൾ ലഭിച്ചതോടെ സുനി ജയിലിൽ നിന്നും പുറത്തിറങ്ങി. പോലീസ് റിപ്പോർട്ട് എതിരായിട്ടും രാഷ്ട്രീയ ഇടപെടലാണ് പരോൾ അനുവദിക്കാൻ കാരണമായത്. RMP നേതാവ് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി കൊടിസുനിക്കാണ് പരോൾ അനുവദിച്ചത്. 30 ദിവസത്തേക്കാണ് പരോൾ. അമ്മയുടെ അപേക്ഷ പരിഗണിച്ചാണ് പരോൾ എന്നാണ് വിശദീകരണം. മനുഷ്യാവകാശ കമ്മീഷനാണ് അമ്മ അപേക്ഷ നൽകിയത്. മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് ജയിൽ DGP പരോൾ അനുവദിച്ചതെന്നാണ് സൂചന. പരോൾ ലഭിച്ചതോടെ 28-ന് തവനൂർ ജയിലിൽ നിന്നും കൊടിസുനി പുറത്തിറങ്ങി. 5 വർഷത്തിന് ശേഷമാണ് സുനി പുറത്തിറങ്ങുന്നത്. പോലീസ് റിപ്പോർട്ട് എതിരായിട്ടും രാഷ്ട്രീയ ഇടപെടലിൽ പരോൾ അനുവദിക്കുകയായിരുന്നു. ജയിലിൽ നിന്ന് പരോൾ ലഭിച്ച ഘട്ടങ്ങളിൽ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിനെ തുടർന്ന് സുനിക്ക് പരോൾ നൽകരുതെന്ന് പോലീസ് റിപ്പോർട്ട് നൽകിയിരുന്നു. അസാധാരണ സംഭവമാണെന്ന് TPയുടെ ഭാര്യ KK രമ MLA-യും പ്രതികരിച്ചു. സുനിയുടെ അമ്മയ്ക്ക് മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കാൻ അവകാശമുണ്ട്. പക്ഷേ 30 ദിവസം പരോൾ കൊടുക്കുന്നത് എന്തിനാണെന്ന് അറിയില്ലെന്നും KK രമ പ്രതികരിച്ചു. നിയമവിദഗ്ധരുമായിട്ട് ആലോചിച്ച് ചെയ്യും. കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വളരെ കൃത്യമായ ഉത്തരവ് ഇതിനകത്തുണ്ട്. അതുമാത്രമല്ല, പരോളിൽ പാലിക്കേണ്ട ഒരു നിയമങ്ങളും ഇതിനകത്ത് പാലിക്കാതെ തന്നെയാണ് ഇപ്പോൾ കൊടിസുനിക്ക് ഈ ഒരു പരോൾ അനുവദിക്കപ്പെട്ടിരിക്കുന്നത്. അത് അദ്ദേഹം 12 കേസിൽ പ്രതിയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ജയിലിൽ ഇറങ്ങിയിട്ട് കള്ളക്കേസ്, സ്വർണ്ണക്കടത്ത്, ആളുകളെ കൊലപാതകത്തിലേക്ക് വരുന്ന കേസുകളൊക്കെ ഈ സുനിയുടെ പേരുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തവനൂർ ജയിലിലേക്ക് ഈ സുനിയെ മാറ്റിയതിൻ്റെ കാരണവും അതാണ്. ഇതൊക്കെ നിലവിലിരിക്കുമ്പോൾ എങ്ങനെയാണ് 30 ദിവസത്തെ പരോൾ ഒരു പ്രതിക്ക് കൊടുക്കാനുണ്ടായ സാഹചര്യം ഉണ്ടായത്? അത് വിശദീകരിക്കേണ്ടത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. ജയിൽ DGP ഇതിന് മറുപടി പറഞ്ഞേ മതിയാവുള്ളൂ. രാഷ്ട്രീയ സ്വാധീനത്തിൽ കൊടും ക്രിമിനലായ പ്രതിക്ക് പരോൾ നൽകിയതിൽ അമർഷവും ശക്തമാവുകയാണ്. ജനം, തിരുവനന്തപുരം. തിരുവനന്തപുരം വെള്ളനാട് സബ് ട്രഷറിയിൽ പോലീസ് ഉദ്യോഗസ്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഏണിക്കര കളത്തറ സ്വദേശി രാജ്കുമാറാണ് മരിച്ചത്. രാവിലെ ഡ്യൂട്ടിക്കെത്തിയ പകരം ഉദ്യോഗസ്ഥനാണ് മൃതദേഹം ആദ്യം കണ്ടത്. ആരനാട് പോലീസ് സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇന്ന് രാവിലെ ഡ്യൂട്ടിക്ക് പകരമെത്തിയ സെക്യൂരിറ്റി ഓഫീസറാണ് ഗ്രേഡ് SI രാജ്കുമാറിനെ മരിച്ച നിലയിൽ സബ് ട്രഷറി ഓഫീസിനുള്ളിൽ കണ്ടെത്തിയത്. ബെഡ്ഷീറ്റ് കൊണ്ട് മൂടി കമിഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. പുളുങ്കുടി ബാച്ചിലെ ഗ്രേഡ് SI ആണ് മരിച്ച രാജ്കുമാർ. രാവിലെ എത്തിയ ഡ്യൂട്ടി ഉദ്യോഗസ്ഥൻ പലതവണ കതകിൽ മുട്ടിയെങ്കിലും തുറന്നില്ല. തുടർന്ന് വാതിൽ ചവിട്ടിപ്പൊളിച്ചപ്പോഴാണ് മൃതദേഹം കണ്ടത്. കഴിഞ്ഞ ദിവസം രാജ്കുമാർ താമസിച്ചിരുന്ന മുറിക്കുള്ളിൽ നിന്നും കരച്ചിൽ കേട്ടതായി സമീപത്തെ കടയിലുള്ളവർ പറയുന്നു. ആ സമയത്ത് വാതിൽ മുട്ടി വിളിച്ചെങ്കിലും രാജ്കുമാർ വാതിൽ തുറന്നിട്ടില്ല. രാജ്കുമാർ ഭാര്യയുമായി പിണക്കത്തിലാണ്. ഭാര്യ മലപ്പുറം ജില്ലയിലാണ് ജോലി ചെയ്യുന്നത്. 12 വയസ്സായൊരു മകനുണ്ട്. നിലവിൽ മരണകാരണം പോലീസിന് കണ്ടെത്താനായിട്ടില്ല. ആര്യനാട് പോലീസ് സംഭവസ്ഥലത്തെത്തി പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. രാജ്കുമാറിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായി സുഹൃത്തുക്കൾക്ക് അറിയില്ലെന്നും മരുന്നുകൾ കഴിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ലെന്നും അറിയിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിനു ശേഷം കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം. ജനം, തിരുവനന്തപുരം. പോലീസ് രജിസ്റ്റർ ചെയ്ത രാജ്യാന്തര ലഹരി മരുന്ന് കേസുകളിൽ കുറ്റപത്രം തയ്യാറാകുന്നു. കൊച്ചിയിലേക്ക് ലഹരി എത്തിച്ച കേസുകളിൽ നിരവധി വിദേശികളും പിടിയിലായിരുന്നു.
ലഹരി സംഘത്തിനിടയിൽ ക്യാപ്റ്റൻ കുക്ക് എന്നറിയപ്പെടുന്ന കോങ്കോ സ്വദേശി നേരത്തെ കോടതിയിലും നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ലഹരി കേസുകളിൽ കഴിഞ്ഞ 2 വർഷത്തിനിടെ നിരവധി വിദേശികൾ പിടിയിലായിരുന്നു. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. പിടിയിലായവരിൽ ഏറെയും ഇത്തരത്തിൽ രാജ്യാന്തര കണ്ണികൾ പ്രതിപട്ടികയിലുള്ള കേസുകളിൽ ചിലതിൽ പോലീസ് കുറ്റപത്രം സമർപ്പിക്കുകയും മറ്റു ചിലതിൽ ഡ്രാഫ്റ്റ് തയ്യാറാവുകയും ചെയ്തിട്ടുണ്ട്. രാസലഹരികളുമായി പിടിയിലായ മലയാളികളിൽ നിന്നായിരുന്നു വിദേശികൾ ഉൾപ്പെട്ടതിന്റെ വിവരങ്ങൾ ലഭിച്ചത്. ക്യാപ്റ്റൻ കുക്ക് എന്നറിയപ്പെടുന്ന കോങ്കോ സ്വദേശി റൊഗോര പോൾ രാസലഹരികൾ നിർമ്മിക്കുന്നതിലും വിദഗ്ധനായിരുന്നു. 2014 സ്റ്റുഡന്റ് വിസയിലെത്തിയ ഇയാൾ പിന്നീട് മയക്കുമരുന്ന് വിൽപ്പനയിലേക്കും രാസലഹരി നിർമ്മാണത്തിലേക്കും തിരിഞ്ഞു. കേരളത്തിലേക്ക് എത്തിക്കുന്ന രാസലഹരിയിൽ ഭൂരിഭാഗവും റൊഗോരയുടെ സംഘമായിരുന്നു എത്തിച്ചിരുന്നത്. ആലുവ റൂറൽ പോലീസ് പിടികൂടിയ റൊഗോര പോളിനെ അങ്കമാലി കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്നപ്പോൾ കഴിഞ്ഞ മെയിൽ ഇവിടെയും നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ഇതിൽ മറ്റൊരു കേസുമുണ്ട്. രാസലഹരി കേസുകളിൽ സമഗ്ര അന്വേഷണം നടത്തിയാണ് കുറ്റപത്രങ്ങൾ തയ്യാറാകുന്നത്. ജനം, കൊച്ചി. കണ്ണൂർ തളാപ്പിൽ പൂട്ടിയിട്ട വീട്ടിൽ നിന്നും സ്വർണവും പണവും കവർന്നു. തളാപ്പ് പള്ളിക്ക് സമീപത്തെ ഉമൈബയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. വീട്ടിലെ അലമാരകളിൽ സൂക്ഷിച്ചിരുന്ന 12 സ്വർണ്ണ നാണയങ്ങളും 2 പവന്റെ മാലയും 88,000 രൂപയും മോഷണം പോയതായാണ് പരാതി. വീടിന്റെ മുൻവാതിൽ കുത്തി തുറന്ന് അകത്ത് കയറിയ മോഷ്ടാവ് അലമാരകളിൽ സൂക്ഷിച്ച സ്വർണവും പണവുമാണ് കവർന്നത്. തളാപ്പ് പള്ളിക്ക് സമീപത്തെ ഉമൈബയുടെ വീട്ടിലായിരുന്നു കവർച്ച നടന്നത്. സുഹൃത്തിന്റെ കല്യാണത്തിൽ പങ്കെടുക്കാനായി ഉമൈബയുടെ മകൻ നാദർ വിദേശത്ത് നിന്നും നാട്ടിലെത്തിയിരുന്നു. ചെറുകുന്നിലെ സുഹൃത്തിന്റെ കല്യാണ ചടങ്ങിൽ പങ്കെടുത്തതിനു ശേഷം ഇന്ന് പുലർച്ചെ 4 മണിയോടെ നാദർ വീട്ടിലെത്തിയപ്പോഴാണ് മോഷണം നടന്നതറിഞ്ഞത്. വീടിന്റെ മുൻവാതിൽ തകർത്ത നിലയിൽ കണ്ടതിനെ തുടർന്ന് പോലീസിലും വിദേശത്തുള്ള ബന്ധുക്കളെയും വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പണവും സ്വർണവും മോഷണം പോയത് മനസ്സിലാക്കിയത്. അലമാര കുത്തി തുറന്നാണ് മോഷണം നടത്തിയിരിക്കുന്നത്. വീടിന്റെ എല്ലാ മുറികളും തുറന്നിട്ട് സാധനങ്ങൾ വാരിവലിച്ചിട്ട നിലയിലാണ്. ടൗൺ പോലീസ് സ്ഥലത്തെത്തി നിരീക്ഷണ ക്യാമറകൾ ഉൾപ്പെടെ പരിശോധിച്ച് അന്വേഷണം ആരംഭിച്ചു. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ജനം, കണ്ണൂർ. സന്നിധാനത്ത് ഹരിവരാസനം തുടങ്ങുകയാണ്. തത്സമയം திருப்பி கருமட்டோட பார்த்தீங்கன்னா ஒரு புத்தகம் நீங்கள் ஃபோன் பண்ணுங்க. திருவத்தூர் தியாகராஜர் எங்கே இருந்தாலும் அனௌன்ஸ்மெண்ட் பண்ண எத்தனை வரும் 4 மணி வரைக்கும் வந்தோம். எனக்கு நல்ல யாராச்சும் கால் பண்ணுங்க சாமி. சீக்கிரம் பண்ணுங்க சாமி.